സിൻജി, CPM-ന്റെ ഒരു വേദിയിലും, സെമിനാർ വേദിയാണെങ്കിലും സമ്മേളന വേദിയാണെങ്കിലും ഒരു വേദിയിലും BJP നേതാക്കൾ ഇതുവരെ പോയി ചരിത്രം തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ BJP-യുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ CPM വേദിയിലേക്ക് പോകുന്നു. കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണോ, അല്ലെങ്കിൽ നേതാക്കൾക്ക് CPM-ലേക്കുള്ള ആകർഷണം കൂടുതലാണോ എന്നുള്ളതാണ്. ഇപ്പോൾ PK കൃഷ്ണദാസ് അദ്ദേഹം കൊല്ലത്ത് നടന്ന CPM-ന്റെ സമ്മേളനത്തിലെ സെമിനാറിൽ പങ്കെടുക്കാൻ വേദിയിലേക്ക് പോയിരിക്കുന്നത് വലിയ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ PK കൃഷ്ണദാസ് CPM-ലേക്കാണോ എന്നുള്ളൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റി പറയാൻ കഴിയുമോ? അതായത് സ്വാഭാവികമായിട്ടും CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ കൊല്ലവും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊല്ലവുമായി ബന്ധപ്പെട്ട ആ സമീപ ജില്ലകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കും. അത്തരത്തിൽ ഒരു സെമിനാറാണ് ഇത്തവണ തിരുവനന്തപുരത്ത് കൊല്ലത്ത് സംഘടിപ്പിച്ചത്. സനാതന ധർമ്മം മാനവിക ധർമ്മമോ എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. ഈ സെമിനാറിലേക്ക് BJP-യുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ കേരളത്തിലെ PK കൃഷ്ണദാസ് എത്തുകയാണ്. അപ്പോൾ PK കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ ദേശീയ നിർവാഹക സമിതി അംഗമാണ്, ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെ ഒരു നേതാവിനെ CPM-ന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു ബുദ്ധിജീവി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർ ഒരേ സമയം വേദി പങ്കിടുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു കാര്യം തന്നെ CPM പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് പ്രധാനമന്ത്രി ഒന്നുമല്ല. അപ്പോൾ ഫാഷിസം അല്ല BJP-യുടെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ് CPM അവരുടെ നിലപാട് തിരുത്തുന്നു. എല്ലാ കാലത്തും CPM ആണ് അത് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും കാര്യങ്ങളെ എതിർക്കുകയും പിന്നീട് അത് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരും. ഇപ്പോൾ അറിയാലോ, കമ്പ്യൂട്ടർ ആദ്യമായിട്ട് രംഗത്ത് വന്നപ്പോൾ അതിനെ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, ഇതുപോലെ AI വന്നപ്പോൾ അതിനെ എതിർത്തു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും CPM നിലപാട് മാറ്റി മറിച്ച് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ CPM-ന്റെ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു സെമിനാറിലേക്ക് BJP-യുടെ സംസ്ഥാന നേതാവിനെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്നത് BJP-യിൽ തന്നെ പിളർപ്പുണ്ട്, അല്ലെങ്കിൽ BJP-യിൽ രണ്ട് വിഭാഗമുണ്ട്. നമ്മൾ പ്രധാനമായും മാധ്യമങ്ങളൊക്കെ പറയുന്ന മുരളീധരൻ വിഭാഗവും കൃഷ്ണദാസ് വിഭാഗവും എന്നാണ്. അപ്പോൾ PK കൃഷ്ണദാസിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു കൂട്ടം നേതാക്കൾ അല്ലെങ്കിൽ അണികൾ, ഇപ്പുറത്ത് V മുരളീധരനെ ഉൾപ്പെടുത്തിയുള്ള നേതാക്കൾ. അപ്പോൾ PK കൃഷ്ണദാസിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ തലയെടുപ്പുള്ള BJP-യുടെ നേതാവ് കൃഷ്ണദാസ് ആണ് എന്ന് പരോക്ഷമായ ഒരു സന്ദേശം BJP-യിലെ അണികളിലേക്ക് കൊടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ വേണമെങ്കിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആന്തരികമായ ഒരു ലക്ഷ്യമുണ്ട്. മാത്രവുമല്ല CPM 2 തവണ തുടർച്ചയായിട്ട് കേരളം ഭരിക്കുകയാണ്. ഇനി ഒരു തവണ കൂടി കേരളം ഭരിക്കാനായിട്ട് അവർക്ക് അവസരം കിട്ടുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. BJP-യും അത് ആഗ്രഹിക്കുന്നു. കാരണം വീണ്ടും ഒരു തവണ കൂടി CPM കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ പിന്നീട് ജനങ്ങൾ വെറുക്കുന്ന ഒരു പാർട്ടിയായി മാറാൻ CPM-ന് ഒട്ടും താമസം വേണ്ട. കാരണം ഭരണം തുടർച്ചയായി കൈ കിട്ടിയാൽ അവർ അഴിമതി ചെയ്യും, അവർ സ്വജനപക്ഷപാതം കാണിക്കും, അധികാര ദുർവിനിയോഗം നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ ജനമനസ്സിൽ നിന്ന് CPM ഏതാണ്ട് തെന്നി അകന്നേക്ക് പോകും. പിന്നീട് BJP അവിടേക്ക് കടന്നു കയറും. കോൺഗ്രസ് ഇപ്പോൾ തന്നെ എവിടെയാണെന്ന് അറിയാത്ത കാര്യത്തിൽ അകന്നു നിൽക്കുകയാണ്. അപ്പം തന്ത്രപരമായ ഒരു നിലപാട് CPM BJP നേതാക്കളെ തങ്ങൾക്കൊപ്പം വേദിയിൽ അണിനിരത്തിക്കൊണ്ട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ BJP-യിലെ നേതാവിനെ CPM-ലേക്ക് കൊണ്ടുവരുന്നു എന്നൊരർത്ഥമില്ല. കാരണം കൃഷ്ണദാസ് മുതിർന്ന നേതാവാണ്, ദേശീയ നിർവാഹക സമിതി അംഗമാണ്. പക്ഷേ സംസ്ഥാനത്തെ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന കൃത്യമായ അജണ്ട തന്നെയാണ്. അല്ല, ഇതുവരെ ഈ CPM ഒരു പരിപാടിയിലും BJP നേതാക്കളെ പങ്കെടുപ്പിക്കാറില്ല. ഈ CIT-യും BMS-ഉം സംയുക്തമായി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. BJP-യും അവരുടെ പരിപാടികളിൽ CPM നേതാക്കളെ പങ്കെടുപ്പിക്കാറില്ല. സർവകക്ഷി യോഗങ്ങളിലും അനുശോചന യോഗങ്ങളിലും സർക്കാർ പരിപാടികളിലും മാത്രമേ സാധാരണ CPM BJP നേതാക്കൾ വേദി പങ്കിടാറുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ശ്രീനാരായണ ധർമ്മം നവീന മാനവികത ധർമ്മമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് PK കൃഷ്ണദാസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ, വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുമ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് PK കൃഷ്ണദാസ് രംഗത്തെത്തുക എന്ന് പറയുമ്പോൾ ഇത് അജണ്ട എന്നതിനപ്പുറം ഒരു അന്തർധാര ഇവർ തമ്മിൽ ഉണ്ട്, സജീവമായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിലപാട് CPM-ന് ഇപ്പോൾ ഒരു മൃദു സമീപനം BJP-യോട് ഉണ്ടോ എന്നുള്ളത് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി വരെ പ്രശംസിച്ചുകൊണ്ട് BJP-യുടെ ഒരു മുതിർന്ന നേതാവ് CPM വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ അങ്ങനെ വെറുതെ ഒരു വേദിയിലേക്ക് വന്നു ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്,
അല്ലെങ്കിൽ അജണ്ടകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ മാറ്റി നിർത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും കഴിയില്ല. കാരണം ഈ സനാതന ധർമ്മം എന്ന വിഷയത്തെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തുന്നു. ശിവഗിരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയുന്നു. ഇത് കേരളത്തിലെ BJP-യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന SNDP വിശ്വാസികളായ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക, ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അതിൽ ആരും അധികം ഏറ്റുപിടിച്ചില്ലെങ്കിലും സമുദായ നേതാക്കൾ ചിലർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ BJP ഇതിനകത്ത് കൃത്യമായ നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് ഇത്തരത്തിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറുകളിലേക്ക് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ BJP-യുടെ ഒരു നേതാവിനെ ക്ഷണിക്കുന്നു. അതും PK കൃഷ്ണദാസ് എന്ന് പറയുന്ന ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് ക്ഷണിക്കുന്നത്. നമുക്കറിയാം കുറച്ചു കാലമായി PK കൃഷ്ണദാസ് മുഖ്യധാരയിൽ ഉണ്ട് എന്നാൽ ഇല്ല എന്ന നിലയിലാണ്. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ്റെ കാര്യം, ഒപ്പം V മുരളീധരൻ, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. ഇവരുടെ പേരുകളാണ് എപ്പോഴും മുഴങ്ങി കേൾക്കുന്നത്. അവിടെ നിന്ന് കുറച്ചകന്ന് നിൽക്കുന്ന അതൃപ്തിയുള്ള അസംതൃപ്തിയുള്ള എന്ന് കരുതപ്പെടുന്ന PK കൃഷ്ണദാസിനെ വേദിയിലേക്ക് എത്തിക്കുന്നു. വേദിയിലേക്ക് എത്തിയ കൃഷ്ണദാസ് ആകട്ടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതാണ് CPM-ന്റെ അജണ്ട. കാരണം CPM-ന്റെ നയവ്യതിയാനങ്ങൾ നമ്മൾ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവർ കൃത്യമായ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ പുതിയ പുതിയ അജണ്ടകൾ കൊണ്ടുവരും, പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കും, എന്നിട്ട് പിന്നെ അതിനെ ഒരു ചർച്ചയാക്കി മാറ്റും. ഇവിടെ കൃഷ്ണദാസ് ഈ വേദിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നാവടപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. എല്ലായ്പ്പോഴും പറയുന്നു BJP-യും CPM-ഉം തമ്മിലൊരു അന്തർധാരയുണ്ട്. BJP ചില സ്ഥലത്ത് CPM-നെ സഹായിക്കുന്നു, CPM ചിലയിടത്ത് BJP-യെ സഹായിക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം. സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ കേരളത്തിലുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കുറേ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ 10 സീറ്റോളം കോൺഗ്രസ് നേടി, 10-13 സീറ്റ് LDF നേടി. അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട് എന്ന്. പക്ഷേ അതിനൊരു കാരണം എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തനമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിൽ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു വാർഡിൽ 1000 മുതൽ ഒരു 1500 പേരൊക്കെയാണ് ഉണ്ടാകുക. അപ്പോൾ പരസ്പരം അറിയാവുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇനി ഒരു വർഷത്തിനുള്ളിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ നിലപാടുകളെ BJP പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, അല്ലെ BJP ചെയ്യുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായും എതിർക്കുന്നില്ല എന്നൊരു മെസ്സേജ് CPM-ന് കൊടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗങ്ങളിലേക്ക്. കാരണം എക്കാലത്തും CPM-ന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ കൂട്ടരായിരുന്നു. അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാട് മാറ്റി. അതായത് അനാവശ്യമായ ന്യൂനപക്ഷ പ്രീണനം CPM നടത്തുന്നുവെന്ന് കൃത്യമായി BJP പ്രചരിക്കുകയും ആ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് വളരെയധികം വോട്ടുകൾ BJP-യിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇത് ഒഴിവാക്കാനുള്ള തന്ത്രം നേരത്തെ മുതൽ തന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ശ്രമിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ സെമിനാറിൽ കൊണ്ടുവരുന്നത്. സാധാരണ ഇതിൽ ട്രേഡ് യൂണിയനുകൾ തമ്മിൽ സമരം നടത്തും. ഇപ്പം CITU ആയിക്കോട്ടെ, ANTUC ആയിക്കോട്ടെ, BMS ആയിക്കോട്ടെ, ഇവരൊക്കെ സമരം നടത്തുമ്പോഴും എപ്പോഴും BMS-ഉം CITU-യും ഒരുപോലെ സമരത്തിൽ പങ്കെടുക്കും. INTUC മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടന. പക്ഷേ BJP-യുടെ പരിപാടിയിൽ ഒരിക്കലും CPM നേതാക്കളെ ക്ഷണിക്കില്ല. അഥവാ ക്ഷണിച്ചാൽ CPM നേതാക്കൾ പോകില്ല. ഇവിടെ BJP നേതാക്കളെ CPM പരിപാടിയിലേക്ക് ക്ഷണിക്കില്ല. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ CPM ആദ്യം തന്നെ ശ്രമം നടത്തി. അതിൽ BJP കാലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ BJP ഒരു കുഴിയിലേക്ക് വീണതാണോ, BJP തന്ത്രപരമായ മുന്നേറ്റം നടത്തുകയാണോ എന്നുള്ളത് BJP-യുടെ അടുത്ത പ്രവർത്തനം കണ്ടാലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ കൃഷ്ണദാസിനെതിരെ എനിക്ക് തോന്നുന്നു നേതാക്കളൊക്കെ ഒന്നടങ്കം രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ കൃഷ്ണദാസ് ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കാൻ പോയത്, അതോ പാർട്ടിയിൽ BJP-യിൽ തന്നെ എന്തെങ്കിലും ഭിന്ന അഭിപ്രായങ്ങൾ? ഇപ്പൊ നേരത്തെ സിൻജി പറഞ്ഞതുപോലെ കൃഷ്ണദാസ് ഇപ്പോൾ മുൻനിരകളിലൊന്നുമില്ല, ഈ പേര് മാത്രം നമ്മൾ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ കൃഷ്ണദാസ് പക്ഷം എന്നുള്ളൊരു പക്ഷത്തിനപ്പുറം നമ്മൾ ഈ പിന്നെ വലിയ പ്രവർത്തനങ്ങളിലൊന്നും കൃഷ്ണദാസിനെ കാണുന്നില്ല നമ്മളപ്പോൾ. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃഷ്ണദാസ് മനം മടുത്തുകൊണ്ട് CPM-ലേക്ക് പോകുന്നു. കാരണം സ്ഥാനമാനങ്ങളാണല്ലോ എല്ലാവർക്കും വലുത്. അപ്പോൾ ഇവിടെ നിന്നാൽ സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണോ അങ്ങോട്ടേക്ക് ഇപ്പോൾ സന്ദീപ് വാര്യറൊക്കെ ഓടി കയറിയതുപോലെ അത്തരത്തിൽ ചെങ്കൊടിയാണ് ഇനി ചങ്കിലെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണദാസ് രംഗപ്രവേശനം ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നടപ്പാക്കി വിജയിച്ച ഒരു തന്ത്രമുണ്ട്. അതായത് ഒരു ജില്ലയെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെയൊക്കെ ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ അവരോധിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. ഇത് RSS-ന്റെ കേഡർ സ്വഭാവത്തിൽ നിന്ന് ഊന്നിയുള്ള BJP-യുടെ പ്രവർത്തനമാണ്. ഇത് ബീഹാറിലുൾപ്പെടെ ആസാമിലുൾപ്പെടെ ഇവർ നടപ്പാക്കിയിട്ടുണ്ട്.
അത്തരത്തിലൊരു തന്ത്രം ഇത്തവണ കേരളത്തിലേക്ക് നടപ്പാക്കുന്നു. പുതിയ ജില്ലാ പ്രസിഡന്റുമാർ, ഏതാണ്ട് 30ഓളം ജില്ലാ പ്രസിഡന്റുമാരാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയുടെ താഴെത്തട്ടുള്ള പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുകയും RSS അത് കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് CPM മനസ്സിലാക്കുന്നുണ്ട്. CPM ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് കൃത്യമായ കേഡർ പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ എങ്ങനെ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഗവേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് BJPയും CPM തമ്മിൽ വലിയ ശത്രുതയില്ലെന്നും കേരളത്തിൽ ഭാവിയിലുള്ള രണ്ട് പാർട്ടികൾ CPMഉം BJPയും ആയിരിക്കുമെന്നുള്ള ഒരു പരോക്ഷ സന്ദേശം ഇവിടെ CPM നൽകുകയാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന പാർട്ടി നിലകൊള്ളുന്നത് എന്നുള്ളത് ഏതാണ്ട് പച്ച പരമാർത്ഥമാണ്. അപ്പോൾ CPM BJPയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതുവരെ CPMൻ്റെ കൂടെ നിന്ന മുസ്ലിം വിഭാഗങ്ങൾ അകലുമോ അടുക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.